നമസ്കാരം. കാഞ്ഞിരപ്പള്ളി സബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറച്ച് സെമി മോഡൽ സിൽക്ക് സാരി, ഫങ്ഷൻ വെയർ ആയിട്ടുള്ള കുറച്ച് സാരീസ്, അങ്ങനത്തെ സാരീസ് കാണിക്കാം കേട്ടോ. സെമി മൊഡാള് ഇതുണ്ടല്ലോ, നമ്മളുടെ മൊഡാള് ആണെങ്കിൽ എന്ന് പറഞ്ഞാലും പല രീതിക്ക് വരുന്നുണ്ട്. മൊഡാൾ ഇച്ചിരി കട്ടിയുള്ളത്, ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ്, അങ്ങനെ പല രീതിക്ക് വരുന്നുണ്ട്. ഇതുണ്ടല്ലോ ഭയങ്കര സോഫ്റ്റാണ്, സെമി മൊഡാളാണ്. ഇതിൻ്റെ ഒരു ടൈപ്പ് ഓഫ് സാരി ഞാൻ ഒരു 1890 ആ ഒരു റേറ്റിൽ ഇതൊക്കെ ഇറങ്ങിയ സമയത്ത് നല്ല ഡിമാൻഡായിരുന്നു. ഒരു ഡിസൈനർ വെയർ ആയിട്ടുള്ള ഒരു മൊഡാൾ സിൽക്കിൽ ഇത് വരുന്നത്, അല്ലാതെ പ്രിൻ്റ് വരുന്നത്. ഇത് നല്ല വശം കേട്ടോ, ഇത് നല്ല വശം. ഇങ്ങനെ വരും ബ്ലൗസ്, കണ്ടോ. സോഫ്റ്റാണ്, ഭയങ്കര ബോഡി ഹാങ്കിങ് ആയിട്ട് കിടക്കുന്ന ഒരു സാരിയാണ്. ഇതിൻ്റെ ഈ സാരിയുടെ ഒരു കളർ എന്ന് പറയുന്ന ഒരു ചെറുപയർ വെച്ച അതിൻ്റെ ഒരു ഡാർക്ക് ഒരു ഷെയ്ഡാണ് കേട്ടോ. അതിൻ്റെ ഒരു പ്രിൻ്റൊക്കെ വരുന്നുണ്ടല്ലോ. ഒരു ഒന്നുകൂടെ കാണിക്കണോ? പ്രിൻ്റൊക്കെ വരുന്നുണ്ടല്ലോ. ഒരു പ്രിൻ്റാണ്, വീവിങ് അല്ല, പ്രിൻ്റാണ്. പ്രിൻ്റ് വരുന്നതുണ്ടല്ലോ, ഒരു ഡിസൈനർ വെയറിൻ്റെ ഒരു ടൈപ്പ് ഓഫ് പ്രിൻ്റാണ്. അങ്ങനത്തെ ഒരു ടൈപ്പ് സാരിയാണ് ഇത്. വൺ പ്ലീറ്റ് ആയിട്ടിടാൻ നല്ല രസമാണ്, നല്ല കംഫർട്ടാണ്. മൊഡാൾ സിൽക്കിനുള്ള ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് അത് ഭയങ്കര കംഫർട്ടല്ലേ, നല്ല രസമല്ലേ കാണാൻ. ഇതിപ്പോൾ ഉണ്ടല്ലോ ഡാർക്ക് വയലറ്റ് ഷെയ്ഡ് എന്താ എന്താണ് വരുമ്പോൾ ഇങ്ങനെ. ഇനി അതിൻ്റെ വേറൊരു കളർ, അതിൻ്റെ കളേഴ്സും ഡിസൈൻസും വ്യത്യാസമുള്ളതാണ് കാണിക്കുന്നത്. ഈ മൊഡാൾ സിൽക്ക് ആണെങ്കിലും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, മൊഡാൾ സിൽക്ക് എന്ന് പറഞ്ഞത് 750 രൂപ തൊട്ട്, അത് മൊഡാളൊന്നും ആണെന്ന് പറയാൻ പോലും പറ്റത്തില്ലാത്ത രീതിക്കുള്ള മൊഡാൾ. അതിങ്ങനെ ഒഴുകി തൊട്ട് അങ്ങനത്തെ ഒരു ടൈപ്പ് മൊഡാൾ ഇറങ്ങുന്നുണ്ട്. പിന്നെ നല്ല റേറ്റ് കൂടിയ മൊഡാൾ ഇറങ്ങുന്നുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയം എന്ന് പോലും പറയാൻ പറ്റത്തില്ല, ഒരു എന്നാലും പക്ഷെ നല്ലൊരു എന്നാ പറയുന്നത്, അതിൻ്റെ ആ ഒരു സുഖം, കംഫർട്ട് ഭയങ്കര ഉണ്ട് ശരീരത്തോട്ട് ഇടുമ്പോൾ നമുക്കറിയാം. ഇത് ഡാർക്ക് മെറൂൺ ഷെയ്ഡ്, നല്ലൊരു ആ ഒരു ഗ്ലോ ഇല്ലേ, ഓവറായിട്ടുള്ള ഗ്ലോ അല്ല, ആ ഒരു സിൽക്കി ഗ്ലോ, അത് ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. എല്ലാത്തിൻ്റെയും ബ്ലൗസ് ഒരേ മോഡൽ തന്നെയാണോ കേട്ടോ. ഇതുണ്ടോ, കോൺട്രാസ്റ്റ് വരും. ഇതാണ് ബ്ലൗസ്. ഇവിടെ വന്നേക്കുന്ന നെവി ബ്ലൂവിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡാണ്, അതാണ് ബ്ലൗസായിട്ട്. ബ്ലൗസായിട്ട് ബുട്ടായിട്ട് വരും. ഇനി അടുത്തത് ഇങ്ങനെ. ഇതിനകത്തൊക്കെ ചിലതിൻ്റെ എല്ലാം ഡിസൈൻ വ്യത്യാസമുണ്ട്, ബോഡിയുടെ ഡിസൈനും മുന്താണി എല്ലാം വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് വേറൊരു ഡിസൈൻ കണ്ടോ. കണ്ടോ, ഇതിപ്പോൾ വരില്ലേ ഒരു ബ്രിക്കിൻ്റെ ഡാർക്ക് ഷെയ്ഡ്, നല്ല കളറാട്ടോ, നല്ലൊരു കളർ. ഇതിന് ബ്ലൗസിന് ഒരു പ്രത്യേകതയുണ്ട്, വ്യത്യാസപ്പെട്ട ബ്ലൗസ് വരുന്നത്. ഇങ്ങനെ മൾട്ടി കളറിൽ പോൾക്ക ഡോട്ട്സ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അതുപോലെ ഇങ്ങനെ ഒരു സൈഡിലൊരു സിൽവർ സെറിയൊക്കെ ആയിട്ട് വരും. കണ്ടോ, ബോർഡർ നല്ല ഭംഗിയല്ലേ. ഇത് അതിൻ്റെ തന്നെ മുമ്പേ കണ്ടത് വയലറ്റിൻ്റെ വേറൊരു ഡിസൈൻ. ഇതിപ്പോൾ വരുമ്പോൾ വേറൊരു ഡിസൈൻ. നിങ്ങൾ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, നമ്പർ കൂട്ടി വേണം സ്ക്രീൻഷോട്ടും എടുത്ത് അയക്കുമ്പോൾ കേട്ടോ. ഇതിപ്പോൾ വേറൊരു പ്രത്യേകത ഈ സാരിയുടെ എന്ന് പറഞ്ഞാൽ ഇത് മൊഡാൾ സിൽക്കാണ്. അതുപോലെ ലിവയുടെ ബ്രാൻഡഡ് സാരിയാണ്. ലിവ എന്ന് പറയുന്ന ബ്രാൻഡഡ് കമ്പനിയുടെ സാരിയാണ്, ഐറ്റമാണ്. ബിർളയുടെ ബ്രാൻഡാണ് ലിവ എന്ന് പറയുന്നത്, അവരുടെ ഐറ്റമാണ്. മൊഡാളാണ് മെറ്റീരിയൽ കണ്ടോ. ഇതിന് ഉറപ്പായിട്ടും നിങ്ങൾ ഇത് ഉടുക്കുകയാണ് ഞാൻ പറഞ്ഞിട്ട് ഉറപ്പായിട്ടും സാരി ഫോൾ വെച്ചിട്ട് എടുക്കണം, എന്നാലേ അതിനൊരു ബ്യൂട്ടി കിട്ടത്തുള്ളൂ. ഉറപ്പായിട്ടും അതിന് ബ്യൂട്ടി കിട്ടണമെങ്കിൽ സാരി ഫോൾ വെക്കണം. ബ്ലൗസ് ഇതുണ്ടോ, അതിന് ഒരേ കളേഴ്സ്. മുമ്പേ ഇപ്പം കാണിച്ച ആ ഒരു ബ്രിക്കിൻ്റെ കളറിൻ്റെ വേറൊരു കളർ. ഇത് വന്നിട്ടൊരു ഒരു 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 പീച്ചാണ്. പീച്ചെന്ന് വേണേൽ പറയല്ലേ, ഇല്ലേ? പീച്ചല്ല, അടയ്ക്കാടെ കളർ അല്ല, നല്ല രസമുണ്ട്. ആ സിൽക്കിൻ്റെ ആ ഒരു ഇത് ഭയങ്കര രസം. ഇതെല്ലാം ലീവയുടെ തന്നെ കേട്ടോ, ബ്രാൻഡഡ് സാധനം ഐറ്റമാണ്. ബോർഡർ ഇങ്ങനെ വരും, ബോഡി ഇങ്ങനെ വരും, മുന്താണി ഇങ്ങനെ വരും. ബ്ലൗസ് ദോണ്ടേ ഇങ്ങനെ വരും. ഇനി വേറൊരു ടൈപ്പ് സാരി കാണിക്കാവേ. ഞാൻ ഒരു ഐഡിയ ഇല്ല സാരി എന്ന് കാണിക്കാതിരിക്കുന്നത്. എൻ്റെ പെൺകുട്ടികൾ എടുത്തു വെച്ച സാരിയാണ്, ഞാനത് കാണിക്കുന്നതേ ഉള്ളൂ. പക്ഷെ പർച്ചേസ് ചെയ്യുന്നതാണ് ഞാൻ തന്നെയാണ്. എന്നാലും
പർച്ചേസ് ചെയ്ത് എല്ലാത്തിനും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുമോ അല്ലേ? ഓർക്കാൻ നമുക്ക് ഇത്ര കഴിവുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആരായിരുന്നേനെ. കണ്ട ഒരു സെമി എന്നൊക്കെ പറയുന്ന സെമി മൊഡാൾന്ന് പറഞ്ഞ് ചന്തേരിയുടെ ഒരു സ്റ്റഫാണ്. ഇതിന് കണ്ടോ, ഇതും ഫുള്ള് എംബ്രോയ്ഡറിയാണ്. ഈ ബുട്ടാസ് പോലെ ഈ മാംഗോ പ്രിൻ്റ് പോകുന്ന ഫുള്ള് എംബ്രോയ്ഡറിയാണ്. ഈ ബോർഡർ ചെറിയ ചെറിയ കൊടുത്തിരിക്കുന്നത് അത് പ്രിൻ്റാണ് കേട്ടോ. ഇനി ഇതിന് വരുന്നതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അജ്രക്ക് പ്രിൻ്റ് വരുന്ന ബ്ലൗസ്. ഇതും ആ ബ്ലൗസിൻ്റെ അത് തന്നെയാണ് ഇങ്ങനെ ബോർഡറായിട്ട് കുഞ്ഞ് ചെറിയായിട്ട് വരുന്നത് കണ്ടോ. ഇതും വന്നിട്ട് ആദ്യം കാണിച്ചത് മറ്റേ സാരിയുടെ പോലെ ചെറുപയർ കളറാണ്. ഒരു ഒലീവ് ഗ്രീൻ എന്ന് പറയാൻ പറ്റുമോ? എൻ്റെ ഡാർക്കെന്ന് വേണേൽ പറയാം. ചെറുപയറിൻ്റെ കളറൊന്നും പറയാനും പറ്റത്തില്ല. പായലിൻ്റെ ഒക്കെ കളറില്ലേ ആ കളർ. ഇനി അതിൻ്റെ അടുത്ത കളർ ഇത് വേണ്ട. ഇപ്പം ഇന്ന് കാണിച്ച മിക്ക സാരിക്കും പ്രിന്റിലും കാര്യങ്ങളിലും ഒക്കെ ഉള്ള വ്യത്യാസം കളറുകളിലെല്ലാം സാമ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അടുത്തത് ഇത് ഒരു വയലറ്റിൻ്റെ പർപ്പിളിൻ്റെ അല്ലെ വൈൻ്റെ ഡാർക്ക് കളറിൽ കൂടെ ഇങ്ങനെ യെല്ലോ വിത്ത് ഗ്രീൻ എംബ്രോയ്ഡറി. ബ്ലൗസ് വരുമ്പോൾ വേണ്ട ഇതാണ് ബ്ലൗസായിട്ട് വരുന്നത് കേട്ടോ. ഇതാണ് ബ്ലൗസായിട്ട് വരുന്നത്. ഈ അജ്രക്ക് പ്രിൻ്റ് ബ്ലൗസായിട്ട് വരും. നല്ലൊരു വെറൈറ്റി ലുക്കാണ്. നമ്മളെപ്പോഴും കണ്ട് മടുത്ത അതിൽ നിന്ന് ഈ സാരിയൊക്കെ സത്യം പറഞ്ഞുകൊണ്ടല്ലോ, ഇത് ബ്ലൗസൊക്കെ തയ്ച്ച് കൊടുത്തു കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി നമുക്ക് ശരിക്കും കിട്ടത്തുള്ളൂ. എന്നാണെന്നറിയാമോ, അല്ലാതെ നമ്മൾ ഇങ്ങനെ മടക്കി വെച്ചേക്കുന്ന കണ്ട ഒന്നും തോന്നത്തില്ല. ഇങ്ങനത്തെ സാരികൾക്ക് ചില നമ്മുടെ സെമിലിനിൻ്റെ സാരി വരുമ്പം അങ്ങനെയാണ് കണ്ടു കഴിഞ്ഞാൽ ചുമ്മാ സ്റ്റാർച്ചൊന്നും ഇല്ലാത്ത ഒരു ഐറ്റം. പക്ഷെ അത് അതിൻ്റെ അതാത് ബ്ലൗസും ഒക്കെ തയ്ച്ച് ഇട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ അതിന് വരുന്ന ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അല്ല നല്ല ഡ്രസ്സല്ലേ. മുസ്റ്റാർഡ് യെല്ലോടെ ഒരു ഡാർക്ക് ഷെയ്ഡ്. ഇതിന് വടക്കേണ്ട ഷെയ്ഡ്. ഇത് ബുട്ട ഇത് എംബ്രോയ്ഡറി കേട്ടോ. ഈ ബോഡിയെ കൂടെ ഫുള്ള് കാണുന്നത് കൊണ്ട് തന്നെ എംബ്രോയ്ഡറിയാണ്. പിന്നെ ഇത് മെറൂൺ. ബ്ലൗസ് കാണിച്ചില്ലല്ലേ? അതിൻ്റെ ബ്ലൗസ് ഈ കാണുന്ന ബോഡി തന്നെയാണ് ബ്ലൗസ്. ഒന്നുകൂടെ കാണിക്കാതെ ഞാൻ വിട്ടുപോയി കാണിക്കാം. മെറൂൺ, ഡാർക്ക് മെറൂണ് അതിൻ്റെ ബ്ലൗസ് എന്ന് പറയുന്നത്. ഇത് വരും ബ്ലൗസ്. ആ ഒരു ബ്ലൗസിന് വരുന്ന പ്രിൻ്റ് തന്നെയാണ് ഇവിടെ ഇങ്ങനെ ബോഡിയെ കൂടെ ബുട്ടായിട്ട് ചെയ്തിരിക്കുന്നത്. ഇത് എന്ത് രസമായിരിക്കും എന്നറിയോ അത് ബ്ലൗസായിട്ട്. ഇത് കണ്ടോ, ഇതാണ് ബ്ലൗസായിട്ട് വരുന്നത് ഇങ്ങനെ. ഇതിൻ്റെ മുന്നിൽ കാണിച്ച സാരി കേട്ടോ. ഇനി ത്രെഡ് വർക്ക് ചെയ്ത് ഞാനിത് ഒരിക്കലും ചെസ്റ്റ് വീഡിയോ ഒന്ന് വലിയധികം നൂർത്തി കാണിക്കാതെ കാണിച്ചായിരുന്നു. സെമി ടസറിനകത്ത് വരുന്ന സെമി ടസർ എന്ന് പറയണ്ട, സെമി ടസർ എന്ന് പറയാം. പ്യൂർ ടസർ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. പ്യൂർ ടസറിൻ്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ വ്യത്യാസമാണ്. ടസറിൽ വരുന്ന നല്ലൊരു സാരി, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാരി. റേറ്റ് ഇച്ചിരി ഉണ്ടെന്ന് തോന്നുന്നു. ത്രെഡാണ് ചെയ്തിരിക്കുന്നത് കണ്ടോ. ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ത്രെഡ് ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ഫുള്ള് ബോഡിക്ക്. ബോഡിയിലും അതെ, ബുട്ടായിട്ടും അതെ, ബോർഡറായിട്ടും അതെ, എല്ലാം അതെ. സെമി ടസറാണ് സ്റ്റഫ്. ഇത് വരും മുന്താണിക്കെന്ന് പറഞ്ഞാൽ മുന്താണി അങ്ങനെ തന്നെയാണ്, അതേ ഒരു ഇതിൽ പോയിരിക്കുക. എന്നിട്ട് ടാസിൽ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ വന്നിട്ട് ഒരു ഒനിയൻ പിങ്കിൻ്റെ ഡാർക്ക് ഷെയ്ഡ്. അതിന് ബ്ലൗസ് വരുമ്പോൾ പ്ലെയിൻ ആയിട്ട് വരും. ബ്ലൗസിൻ്റെ അറ്റത്ത് ഈ കയ്യാൽ ഈ ഒരു ഐറ്റം ഇതുണ്ട്. കയ്യ ചെയ്യാനായിട്ട് ഇങ്ങനെ ഉണ്ട് കണ്ടോ. ഇങ്ങനെ 3 ഇതായിട്ട് കയ്യാൽ വരും. ഇതെല്ലാം ഹാൻഡ് വർക്കാട്ടോ. അതിൻ്റെ തന്നെ ക്രീം ഷെയ്ഡ്. മറ്റേത് ഒനിയൻ, ഇത് ക്രീം. സ്റ്റഫ് എന്ന് പറയുന്നത് എന്നതാ സെമി ടസർ. നല്ലല്ലേ? കണ്ടോ നിർത്തി കാണിക്കണ്ടല്ലോ. നല്ല സാരി കേട്ടോ, നല്ല സ്റ്റാൻഡേർഡ് സാരിയാണ്. ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനത്തെ ഇന്ന് കാണിച്ച സാരിയുടെ എല്ലാം ഞാൻ പ്രത്യേകമായിട്ട് പറയുക. ഇന്ന് കാണിച്ച സാരി എല്ലാം നിങ്ങൾ ഉറപ്പായിട്ടും പറ്റുമെങ്കിൽ മതി കേട്ടോ. സാരി ഫോൾ വെച്ച് വേണം ഉടുക്കാൻ. അതിൻ്റെ വേറൊരു വൃത്തിയും ഭംഗിയും കിട്ടും. കാരണം നമ്മൾ ഇവിടുത്തെ പ്ലീറ്റ്സ് ഒക്കെ നല്ല ഞൊറിഞ്ഞിട്ട് കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് വീണ് കിടക്കണമെങ്കിൽ ആ സാരി ഫോളും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ലാസ്റ്റ് ചെയ്യാനും സാരി ഫോൾ വെക്കുന്നത് നല്ലതാണ്. ചില കൈൻഡ് ഓഫ് സാരി കാണുമ്പോഴേ നമുക്കറിയാം ഇത് സാരി ഫോൾ വെച്ച് കൊടുത്താലാണ് കുറച്ചും കൂടെ വൃത്തിയും ഭംഗിയും മെനയൊക്കെ കാണാനായിട്ട്. അപ്പം വേഗം വാങ്ങിച്ചോ. പിന്നെ എന്താ പറയാനുള്ളത്, എനിക്ക് നല്ല തലവേദന. എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്കൊക്കെ അറിയത്തില്ലേ
എന്നും വിദ്യക്ക് ഇതേ ഉള്ളൂ അല്ലേ, എന്നും ഇത് തന്നെ പറിച്ചിട്ടേ ഉള്ളൂ. ഗീവ് അവേ വെക്കാത്ത എന്നാന്നൊക്കെ ചോദിച്ച് മെസ്സേജസ് വരുന്നുണ്ട്. ഗീവ് അവേ വെക്കാം കേട്ടോ, അടുത്ത ദിവസം ഗീവ് അവേ വെക്കാം. ഡിസ്കൗണ്ട് സെയിൽ വെക്കാമെന്ന് ഓർത്തോണ്ടാണ് ഗീവ് അവേ വെക്കാതിരുന്നേ. ഞാൻ വെക്കാവേ. പിന്നെ എന്താ പറയുക, അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.